വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ്, എ ഡിവിഷൻ ഓഫ് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. അധ്യായം 331. KV റാബിയ നൽകുന്ന വിജയമന്ത്രങ്ങൾ. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെതായി പറയപ്പെടുന്ന പ്രശസ്തമായൊരു വാചകമാണ്: ഇഫ് യു കാൻ ഫ്ലൈ ദെൻ റൺ, ഇഫ് യു കാൻ റൺ ദെൻ വാക്ക്, ഇഫ് യു കാൻ വാക്ക് ദെൻ ക്രോൾ, ബട്ട് വാട്ട് എവർ യു ഡു യു ഹാവ് ടു കീപ് മൂവിംഗ് ഫോർവേഡ്. നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കാനും കഴിയുന്നില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയാണെങ്കിലും മുന്നോട്ട് തന്നെ നീങ്ങുക എന്നത് ജീവിതത്തിന്റെ പരിമിതികളെ അതിജീവിക്കാനും അനന്ത സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഉദ്ഘോഷിക്കുന്ന വാചകമാണ്. ജീവിതത്തിന്റെ ഇല്ലായ്മകളിൽ നിരാശരായി സ്വയം തളരാതെ വെല്ലുവിളികളെ സാധ്യതകളാക്കി തിളങ്ങാനും സമൂഹത്തെ വളർത്താനും ശ്രമിക്കുന്നവർ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമെന്നാണ് പത്മശ്രീ KV റാബിയ നൽകുന്ന ഏറ്റവും വലിയ വിജയമന്ത്രം. സ്വന്തം പരിമിതികളെയും പരാധീനതകളെയും വെളിച്ചമാക്കി മാറ്റിയ അതുല്യ വ്യക്തിത്വമാണ് പത്മശ്രീ KV റാബിയ. സമൂഹദൃഷ്ടിയിൽ അംഗവൈകല്യത്താൽ സഹതാപാർഹമായ ജീവിതം മാത്രം വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടി. നിശ്ചയദാർഢ്യവും ഉലയാത്ത ഉൾക്കരുത്തും സാമൂഹിക ബോധവും കൈമുതലാക്കി ഉജ്ജ്വല വ്യക്തിത്വത്തിന്റെ ഉടമയായിത്തീർന്ന അവിശ്വസനീയ അനുഭവമാണ് റാബിയയുടേത്. ആയിരങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നും ഒരു നാടിനെ വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയുമാണ് KV റാബിയ തന്റെ ജീവിതയാത്ര അവിസ്മരണീയമാക്കിയത്. അറബി ഭാഷയിൽ റാബിയ എന്നാൽ വസന്തമെന്നാണ് അർത്ഥം. പേരറിയ പൂക്കളുടെ പരിമളം സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പരത്തിയ ചാരിതാർത്ഥ്യത്തോടെയാണ് തിരൂരങ്ങാടി വെള്ളിലക്കാട്ടെ KV റാബിയ അതിജീവനത്തിന്റെ പാതയിൽ തന്റെ ചക്രക്കസേരയിൽ അതിദൂരം സഞ്ചരിച്ചത്. തിരൂരങ്ങാടി വെള്ളിനക്കാട് കറുവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജ്ജുമ്മയുടെയും 6 മക്കളിൽ രണ്ടാമത്തെ മകളായി 1966 ഫെബ്രുവരി 25 റാബിയയുടെ ജനനം. കടലുണ്ടിപ്പുഴയോരത്ത് വെള്ളിനക്കാട് ഗ്രാമത്തിലെ ഒരു കൊച്ചുകൂരയിൽ നിരാശയുടെ കരിമ്പടത്തിനുള്ളിൽ ഹോമിക്കപ്പെടേണ്ട ജീവിതത്തെ ഇച്ഛാശക്തിയുടെ പിൻബലത്തോടെയാണ് റാബിയ മുന്നോട്ട് നയിച്ചത്. ജീവിതം 2 അവസരങ്ങളാണ് ഓരോരുത്തർക്കും നൽകുന്നത്. ഇല്ലായ്മയെ ശപിച്ച് നിരാശയുടെ പടുകുഴിയിൽ വീഴാം, അല്ലെങ്കിൽ ഉള്ളതിൽ സംതൃപ്തരായി തനിക്കും സമൂഹത്തിനും പ്രയോജനകരമായ എന്തെങ്കിലും ചെയ്യാം. പോസിറ്റിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും സമന്വയിപ്പിച്ച് ജീവിതാനുഭവങ്ങളെ അനുകൂലമാക്കി മാറ്റിയ റാബിയയുടെ ജീവിതം ഒട്ടേറെ പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ്. വൈകല്യത്തിന്റെ പരിമിതികളെ മറികടന്ന് 1990 കേരള സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്ത് മികച്ച പങ്ക് വഹിച്ചതിലൂടെയാണ് പൊതുരംഗത്ത് റാബിയ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോളിയോ പിടിപെട്ട് കാലുകൾക്ക് വൈകല്യം സംഭവിച്ചെങ്കിലും തളരാനും വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങാനും അവർ തയ്യാറായില്ല. പോളിയോ തളർത്തിയ കാലുകളും അപ്രതീക്ഷിതമായ വീഴ്ചയിലുണ്ടായ നട്ടെല്ലിന്റെ ക്ഷതവും അവസാനമായി അർബുദവും വെല്ലുവിളിച്ചപ്പോഴും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും സജീവമായ പൊതുപ്രവർത്തന രംഗത്ത് ഉറച്ചുനിന്നാണ് റാബിയ വ്യത്യസ്തയായത്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നതാണ് അവരുടെ ആത്മകഥ. വീൽചെയറിനെ ചിറകുകളാക്കി ആയിരങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന് റാബിയ ജീവിതം സാർത്ഥകമാക്കി. സാക്ഷരതാ പ്രവർത്തക എന്നതിലപ്പുറം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു അവർ. വീൽചെയറിനെ ആർജവത്തിന്റെ അടയാളമാക്കി പുനഃപ്രതിഷ്ഠിക്കുകയും ജീവിതത്തിൽ ഓരോന്നായി എത്തിയ പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റിയും മുന്നേറിയ അവർ എന്നും ജ്വലിക്കുന്ന നക്ഷത്രമായി ജനഹൃദയങ്ങളിൽ ജീവിക്കും. വൈകല്യത്തെയും പ്രാരാബ്ധങ്ങളെയും അർബുദത്തെയും നട്ടെല്ലൊടിച്ച അപകടത്തെയുമെല്ലാം പുഞ്ചിരിച്ചു തോൽപ്പിച്ചാണ് റാബിയ ലോകത്തിന് മാതൃകയായത്. വായിച്ചും കേട്ടും അനുഭവിച്ചും തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്റെ ചുറ്റിലുമുള്ളവർക്ക് പകർന്ന് ജീവിതത്തെ തന്നെ പ്രകാശപൂരിതമാക്കിയ റാബിയ ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1994 ചലനം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയും അക്ഷര വെളിച്ചം പകർന്ന് ഒരു നാടിന്റെ മുഴുവൻ വികാരമായി വളർന്നു. 2022 രാജ്യം സാമൂഹ്യ സേവനത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അവരെ തേടിയെത്തി. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും സ്ഥിരോത്സാഹവും കൈമുതലാക്കുന്നവർക്ക് ലോകത്ത് വിസ്മയങ്ങൾ കാണിക്കാനാകുമെന്നാണ് KV റാബിയ നൽകുന്ന സുപ്രധാനമായ വിജയമന്ത്രം. നിരവധി പരിമിതികൾക്കുള്ളിലും അത്ഭുതങ്ങൾ കാണിക്കുന്ന മനുഷ്യരുള്ള ലോകത്ത് അനന്തമായ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവർ സമൂഹത്തിന് എന്ത് നൽകുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ്. ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് തങ്ങളെക്കൊണ്ടുണ്ടാകുന്ന രൂപത്തിൽ സമൂഹത്തിന് സേവനം ചെയ്താണെന്നും റാബിയ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട്
ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.